സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. വിജിലൻസ് ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ജഡ്ജി സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. ശവമഞ്ചമേന്തിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരത്തിനെതിരെ വിജിലൻസ് കോടതിയുടെ പരാമർശം. താൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ടെന്നും ജഡ്ജി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എഐവൈഎഫ് പ്രവർത്തകരുടെ താലൂക്ക് ഓഫീസ് മാർച്ചിലും സംഘർഷം. ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുള്ള പദ്ധതികളെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. തന്നെ ഹിന്ദുമത തീവ്രവാദിയാക്കി കോടിയേരി ചിത്രീകരിക്കുന്നത് ന്യൂനപക്ഷ പ്രീതി സമ്പാദിക്കുന്നതിനാണെന്നും കുമ്മനം. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ട്രാക്ക് തെറ്റിച്ച് വാഹനങ്ങൾ ചീറിപ്പായുന്നത് തുടർക്കഥ. ട്രാക്ക് തെറ്റിക്കുന്ന വാഹനങ്ങളുടെ വാർത്തയും ദൃശ്യങ്ങളും TCV 3rd ഐയിൽ. വലിയേക്കര ടോൾ പ്ലാസയിൽ യാത്രക്കാരനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലം മാറ്റിയ ഡിവൈഎസ്പിക്ക് തൃശൂരിൽ വീണ്ടും നിയമനം. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. വിജിലൻസ് ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. ഹൈക്കോടതി വിമർശനത്തെ തുടർന്ന് തൃശൂർ വിജിലൻസ് ജഡ്ജി സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. സോളാർ തട്ടിപ്പ് കേസിൽ പ്രതിയായ സരിത എസ് നായർ സോളാർ കമ്മീഷൻ നൽകിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാട് മുഹമ്മദിനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ ഉത്തരവിട്ടത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചതോടെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സർക്കാർ നൽകിയ അപ്പീലിൽ വാദം കേട്ട ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും ആര്യാട് മുഹമ്മദിനുമെതിരെയുള്ള വിജിലൻസ് ഉത്തരവ് സ്റ്റേ ചെയ്ത് ഉത്തരവിടുകയായിരുന്നു. 2 മാസത്തേക്കാണ് സ്റ്റേ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട വിജിലൻസ് കോടതിയെ ഹൈക്കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. വിജിലൻസ് ജഡ്ജി നിരുത്തരവാദപരമായാണ് പെരുമാറിയത്. ഇത്തരം ഉത്തരവുകൾ നിയമവാഴ്ചയ്ക്ക് ആശ്വാസകരമല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തന്റെ പദവി പോസ്റ്റ് ഓഫീസിന് തുല്യമാണെന്ന് കരുതുന്ന അനാവശ്യ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും നടത്തരുതെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഭരണപരമായി തന്നെ ഇടപെടേണ്ടിവരുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ നിയമങ്ങളും സുപ്രീം കോടതിയുടെ മുൻവിധികളും പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ജഡ്ജി എഫ്ഐആറിന് ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ എഫ്ഐആറിന് ഉത്തരവിട്ടത് അടിസ്ഥാന തത്വം പോലും പാലിക്കാതെയാണ്. പരാതിക്കാരന് സംഭവത്തെക്കുറിച്ച് നേരിട്ടറിവില്ല, കേട്ടുകേൾവി മാത്രമാണ് ഉള്ളെന്നിരിക്കെ വിജിലൻസ് കോടതി ഇതൊന്നും കണക്കിലെടുത്തില്ല. വിജിലൻസ് കോടതി ജഡ്ജിക്ക് ചുമതലകളെപ്പറ്റി ബോധ്യമില്ലെന്നും അപ്പീൽ പരിഗണിച്ച ജസ്റ്റിസ് P. ഉബൈദ് തുറന്നടിച്ചു. അതേസമയം ഹൈക്കോടതി വിമർശനത്തെ തുടർന്ന് തൃശൂർ വിജിലൻസ് ജഡ്ജി SS വാസൻ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. സർവീസിൽ നിന്ന് വിരമിക്കാൻ 1.5 വർഷം ബാക്കിയുള്ളപ്പോഴാണ് മെയ് 30-നകം വിരമിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് വിജിലൻസ് ജഡ്ജി കത്ത് നൽകിയത്. TCV ന്യൂസ്, തൃശൂർ. വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ വിജിലൻസ് ജഡ്ജി SS വാസനെ അതീവ പോലീസ് സുരക്ഷയോടെയാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. കോടതി കവാടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. സോളാർ കേസിൽ സരിതയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രി ആര്യാടനുമടക്കം 8 പേർക്കെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തി അന്വേഷണം വേണമെന്ന വിജിലൻസ് ജഡ്ജി SS വാസന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് നാടകീയമായ വിരമിക്കൽ തീരുമാനമുണ്ടായത്. ജഡ്ജിക്കെതിരെയും നടപടിക്കെതിരെയും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിലുള്ള പ്രതിഷേധമായാണ് ജഡ്ജിയുടെ അസാധാരണ വിരമിക്കൽ പ്രഖ്യാപനം പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. 1.5 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കവെയാണ് മെയ് 31 വരെ മാത്രമേ തന്റെ സേവനം ഉണ്ടാകുകയുള്ളൂ എന്നറിയിച്ച് വിജിലൻസ് ജഡ്ജി SS വാസൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇമെയിൽ അയച്ചത്. ജഡ്ജിയുടെ നാടകീയ വിരമിക്കൽ പ്രഖ്യാപനമുണ്ടായതോടെ മാധ്യമങ്ങൾ മുഴുവൻ വിജിലൻസ് കോടതി പരിസരത്ത് തമ്പടിച്ചു. ജഡ്ജിക്കെതിരെ കഴിഞ്ഞ ദിവസം ശവമഞ്ച പ്രതിഷേധ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ കൂടുതൽ പോലീസിനെ കോടതി പരിസരത്ത് വിന്യസിക്കുകയായിരുന്നു. സാധാരണ കോടതി ജഡ്ജിമാർ മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളതെങ്കിലും തന്റെ തീരുമാനം സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഇദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന ആകാംക്ഷയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ജഡ്ജിയെ കോടതി പരിസരത്തു നിന്നും കൊണ്ടുപോയത്. കവാടത്തിനരികിൽ ജഡ്ജിക്കെതിരെ പ്രതിഷേധവുമായി നിന്നിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജഡ്ജിയെ പടക്കം പൊട്ടിച്ചാണ് യാത്രയാക്കിയത്. കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ ജോൺ ഡാനിയലിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കി.
ശനിയാഴ്ച ജഡ്ജി അവധിയായതിനാൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെയുള്ളതടക്കം എല്ലാ കേസുകളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. എറണാകുളം അഡീഷണൽ ജില്ലാ ജഡ്ജിയായിരുന്ന SS വാസൻ കഴിഞ്ഞ നവംബർ 17-നാണ് വിജിലൻസ് ജഡ്ജിയായി ചുമതലയേറ്റത്. TCV ന്യൂസ്, തൃശൂർ. ശവമഞ്ചമേന്തിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരത്തിനെതിരെ വിജിലൻസ് കോടതിയുടെ പരാമർശം. തൃശൂർ വിജിലൻസ് കോടതിയിൽ 2 കേസുകൾ പരിഗണിക്കുന്നതിനിടെയാണ് തുറന്ന കോടതിയിൽ വിജിലൻസ് ജഡ്ജി SS വാസൻ തനിക്കെതിരെ നടന്ന സമരത്തിനെതിരെ പരാമർശം നടത്തിയത്. താനിപ്പോൾ ജീവനോടെ തന്നെയുണ്ട്. ഇന്നലത്തെ ജഡ്ജി തന്നെയാണ് ഞാൻ. താൻ മരിച്ചാൽ ഫ്രീസറിൽ വെക്കരുതെന്ന് വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാവിൻ തടി കൊണ്ട് തന്നെ ദഹിപ്പിക്കുന്നതാണ് ഇഷ്ടമെന്നും ജഡ്ജി തുറന്ന കോടതിയിൽ പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസിൽ പ്രതിയായ സരിത നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജിലൻസ് കോടതിയിലേക്ക് ശവമഞ്ചമേന്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ജഡ്ജിയെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് വിജിലൻസ് ജഡ്ജി തനിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ തുറന്നടിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. സമരക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി ആര്യാടനെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരുമായി പോലീസ് ബലപ്രയോഗം നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും സമരക്കാരുമായും ഉടനെ ഉന്തും തള്ളും നിയന്ത്രണം വിടുമെന്ന ഘട്ടത്തിലാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗത്തെ തുടർന്ന് പോലീസിനെതിരെയും ജലപീരങ്കി പ്രയോഗിക്കുന്ന വരുൺ എന്ന പോലീസ് വാഹനത്തിന് നേരെയും വ്യാപകമായ കല്ലേറുണ്ടായി. സംഘർഷത്തിൽ പരിക്കേറ്റ SFI DYFI പ്രവർത്തകരായ മൃദുല ഗിരീഷ്, സുധ ദിലീപ്, CP പ്രമോദ്, K സച്ചിൻ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SI PS ശ്രീജിത്ത്, സീനിയർ CPO ജോർജ് എന്നിവർക്കും പരിക്കേറ്റു. CPM നേതാവ് NR ബാലൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C സുമേഷ്, ജില്ലാ ഭാരവാഹികളായ PB അനൂപ്, KV രാജേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സോളാർ കേസിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് AIYF പ്രവർത്തകർ തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. CPI ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്തു. തുടർന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചുവെങ്കിലും പോലീസുകാർ ഗേറ്റ് അടച്ചു. ഇതേ തുടർന്ന് പോലീസിന് നേരെ കുടിക്കാലികൾ ഉപയോഗിച്ച് ആക്രമിക്കാനും പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. പിന്നീട് പ്രവർത്തകർ ശാന്തരാകുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ AISF ദേശീയ സെക്രട്ടറി KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ സെക്രട്ടറി T പ്രദീപ് കുമാർ, നേതാക്കളായ VK വിനീഷ്, രാകേഷ് കണിയാമ്പറമ്പിൽ, CG വിഷ്ണു, ശ്യാൽ പുതുക്കാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുള്ള പദ്ധതികളെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJPയുടെ കേരള വിമോചന യാത്രയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടന്നിട്ടുള്ള പദ്ധതികളിൽ 10% പോലും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ രംഗം ഉൾപ്പെടെ എല്ലായിടത്തും അഴിമതിയാണ്. മതേതരത്വം പ്രസംഗിക്കേണ്ടതല്ല, അത് ജീവിച്ച് കാണിക്കേണ്ടതാണെന്നും കോൺഗ്രസിനും CPMനും മതേതരത്വം വിൽപ്പനച്ചരക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നെൽവയലുകൾ നികത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നീർത്തടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തിയിട്ട് നീർത്തട സംരക്ഷണ പ്രസംഗവുമായി മന്ത്രിമാർ നാടുനീളെ നടക്കുകയാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജൻ ദേവസ്വം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നോവലിസ്റ്റ് ശ്രീദേവി അന്തർജനത്തെ ചടങ്ങിൽ ആദരിച്ചു. തന്നെ ഹിന്ദുമത തീവ്രവാദിയാക്കി കോടിയേരി ചിത്രീകരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ ഇളക്കിവിട്ട് ന്യൂനപക്ഷ പ്രീതി സമ്പാദിക്കുന്നതിനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJPയുടെ കേരള വിമോചന യാത്രയ്ക്ക് തിരൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മതേതരത്വം വിൽപ്പന ചരക്കാക്കുകയാണ്. എന്നാൽ മതേതരത്വം BJPയെ സംബന്ധിച്ച് പ്രസംഗിക്കാനുള്ളതല്ല, മറിച്ച് BJPയുടെ ജീവിതശൈലിയാണത്. കേരളത്തിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ മനമെടുത്താണ് RSS അധ്യക്ഷൻ CPMുമായി ചർച്ചയാകാമെന്ന നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഒട്ടും അനുകൂലമായ പ്രതികരണമല്ല CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും മതസംഘർഷങ്ങൾ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. ന്യൂനപക്ഷ സംരക്ഷകരായി വോട്ട് ബാങ്ക് നിലനിർത്താനാണ് ഇവരുടെ ശ്രമം. മദനിയും CPMുമായി കൂട്ടിച്ചേർന്നത് തന്നെ അതിന് ഉദാഹരണമാണ്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ പാതയിലാണെന്നും കുമ്മനം പറഞ്ഞു. മതേതരത്വം എന്ന് പറയുന്നത് പ്രസംഗിച്ച് നടക്കാനുള്ള കാര്യമാണ്. മതേതരവാദിയാണെങ്കിൽ മതേതരവാദിയായിട്ട് ജീവിച്ചപ്പോൾ
അത് 10 പേരോട് വിളിച്ചു പറയണം. കാരണം അവർക്കതൊരു മുദ്രാവാക്യമാണ്. മതേതരത്വം അതൊരു മുദ്രാവാക്യമാണ്, അതൊരു വിൽപ്പനച്ചരക്കാണ്. BJP വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, നേതാക്കളായ B. ഗോപാലകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, AT രമേശ്, KK മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലത്തിലെ പ്രമുഖ കലാകാരന്മാരെയും വിദ്യാഭ്യാസ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ഇനി TCV തേർഡ് ഐ. തൃശൂർ സ്വരാജ് റൗണ്ടിലെ ലൈൻ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാകുന്നില്ലെന്ന് ആക്ഷേപം. ട്രാക്ക് തെറ്റിച്ച് വാഹനങ്ങൾ ചീറിപ്പായുന്നത് തുടർക്കഥയാകുമ്പോഴും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ജെയിംസ് മുട്ടിക്കലാണ് TCV തേർഡ് ഐയിലേക്ക് വാർത്ത അയച്ചു നൽകിയത്. ഒരാഴ്ചയ്ക്കിടെ നഗരപരിസരത്ത് 2 അപകട മരണങ്ങളുണ്ടായിട്ടും ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ പോലീസും പൊതുസമൂഹവും വേണ്ടത്ര ജാഗ്രത കാട്ടുന്നില്ലെന്നാണ് പരാതി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ 2 വർഷങ്ങൾക്ക് മുൻപ് തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളെ തുടർന്നാണ് ലൈൻ ട്രാഫിക് സംവിധാനം ട്രാഫിക് പോലീസ് ആവിഷ്കരിച്ചത്. എന്നാൽ ഭൂരിഭാഗം യാത്രക്കാരും ലൈൻ ട്രാഫിക് സംവിധാനത്തെക്കുറിച്ച് അവബോധമുള്ളവരല്ല എന്നാണ് നിലവിലെ സ്ഥിതി. 3 ട്രാക്കുകളാണ് സ്വരാജ് റൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ളത്. തേക്കിൻകാട് മൈതാനത്തോട് ചേർന്ന് ഇന്നർ ഫുട്പാത്തിന് സമീപത്തെ ട്രാക്കിലൂടെ ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, കാർ എന്നിവ സഞ്ചരിക്കണമെന്നാണ് നിർദ്ദേശം. മറ്റ് 2 ട്രാക്കുകളിലൂടെ മാത്രമേ ബസ്സുകൾ സർവീസ് നടത്താവൂ എന്ന നിർദ്ദേശവുമുണ്ട്. എന്നാൽ അറിഞ്ഞും അറിയാതെയും ലൈൻ ട്രാഫിക് സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് അപകട സാധ്യത ജനിപ്പിക്കും വിധത്തിലാണ് വാഹനങ്ങൾ കുതിച്ചു പായുന്നതെന്നാണ് ടൂ വീലേഴ്സ് അസോസിയേഷൻ ചെയർമാനായ ജെയിംസ് മുട്ടിക്കൽ ചൂണ്ടിക്കാട്ടുന്നത്. റൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് പൂരപ്പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന ട്രാക്കിലൂടെ വലിയ വാഹനങ്ങൾക്ക്, പ്രത്യേകിച്ച് ബസ്സുകൾക്ക് പ്രവേശനം ഇല്ല. ഇപ്പോൾ ആ പരിഷ്കാരം വിട്ടുകൊണ്ട് ചില ബസ് ഡ്രൈവർമാർ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർ ഈ ട്രാക്കിലേക്ക് അതിക്രമിച്ച് കയറി വരുന്നുണ്ട്. ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർ, ഓട്ടോറിക്ഷക്കാർ, ചെറു വാഹനങ്ങൾ, കാറുകൾ തുടങ്ങിയവ, അവയെല്ലാം തന്നെ അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലൈൻ ട്രാഫിക് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ റൗണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് വാഹനങ്ങൾ ചീറിപ്പായുന്നത്. സമയത്തിനെത്താനുള്ള വ്യഗ്രതയിൽ ബസ്സുകൾ ലൈൻ ട്രാഫിക് തെറ്റിക്കുന്നതും ചെറുകിട വാഹനങ്ങൾ ബസ്സുകൾക്കായി നിർദ്ദേശിക്കപ്പെട്ട ട്രാക്കിലൂടെ കടന്നുപോകുന്നതും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഒരേ സമയം പൊതുജനങ്ങൾക്ക് ലൈൻ ട്രാഫിക് സംബന്ധിച്ച് അവബോധം പകരുകയും ട്രാക്ക് തെറ്റിച്ച് അപകടകരമായ വിധത്തിൽ സർവീസ് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. ഒല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കാനും മുഴുവൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. ഒല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാരുടെ തസ്തികയുണ്ടായിട്ടും ഒരു താൽക്കാലിക ഡോക്ടർ മാത്രമാണ് ഇവിടെ സേവനം നടത്തുന്നതെന്ന് TCV തേർഡ് ഐ വാർത്ത നൽകിയിരുന്നു. സിറ്റിസൺ ജേർണലിസ്റ്റ് ശ്രീജിത്ത് പുളിങ്കുടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ കിടത്തി ചികിത്സാ വിഭാഗം പ്രവർത്തിച്ചിരുന്നത് ഡോക്ടർമാരുടെ അഭാവം മൂലം നിർത്തിവച്ചിരുന്നു. പരാതി സത്യമാണെന്നും വിഷയം DMOയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും 15 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കുമെന്നും വർഗീസ് കണ്ടംകുളത്തി TCVയോട് പറഞ്ഞു. കിടത്തി ചികിത്സ ആരംഭിക്കാം എന്ന് ചാർജുള്ള ഡോക്ടർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കണ്ടൊരു വസ്തു എന്താണെന്ന് വെച്ചാൽ ലീവ് എടുക്കുക. ഡോക്ടർമാർ ലീവ് എടുത്ത് പോകുന്നു. ലീവ് എടുത്ത് പോയാൽ പുതിയൊരാളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അടിയന്തരമായി പരിഹരിക്കാമെന്നാണ് DMO പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുമായി നമ്മൾ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബദൽ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് നോക്കും. ഒന്നുകിൽ ഗവൺമെൻറ് തലത്തിൽ പുതിയ ആളെ തരാൻ പറയും, ഇല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിൽ നമ്മൾ ആളെ വയ്ക്കും. അടിയന്തരമായി അത് പരിഹരിക്കും. ഡോക്ടർമാർ ലീവിൽ പോകുന്ന അവസ്ഥ പരിഹരിക്കണമെന്നും സർക്കാർ തലത്തിൽ തീരുമാനമായില്ലെങ്കിൽ കോർപ്പറേഷൻ നേരിട്ടിടപെട്ട് പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. അതേസമയം NSD ഡോക്ടർമാരുടെ സേവനം താലൂക്ക് ആശുപത്രികളിൽ മതിയെന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി അനുസരിച്ചാണ് ഒരു ഡോക്ടറെ സ്ഥലം മാറ്റിയതെന്നും സൂപ്രണ്ട് ലീവായതിനാലാണ് താൽക്കാലിക പ്രതിസന്ധിയെന്നും DMO വിശദമാക്കി. പാലിയേക്കര ടോൾ പ്ലാസയിൽ യാത്രക്കാരനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലം മാറ്റിയ ഡിവൈഎസ്പി KK രവീന്ദ്രന് തൃശൂരിൽ വീണ്ടും നിയമനം. ചാലക്കുടി ഡിവൈഎസ്പി ആയിരുന്ന രവീന്ദ്രനെ ടോൾ പിരിവ് വിവാദത്തെ തുടർന്ന് കാസർഗോഡിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. സംഭവത്തിൽ റൂറൽ SP K കാർത്തികിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ മാസം 11-ന് ഡിവൈഎസ്പിയെ കാസർഗോഡിലേക്ക് ആഭ്യന്തര വകുപ്പ് സ്ഥലം മാറ്റിയത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഡിവൈഎസ്പിക്കെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയായി KK രവീന്ദ്രനെ തൃശൂരിൽ നിയമിച്ചിട്ടുള്ളത്. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് ശനിയാഴ്ച കോടതിയിൽ ഹർജി നൽകിയേക്കും. നിസാമിന്റെ ഹമ്മർ കാർ വിട്ടുകിട്ടണമെന്ന ഹർജിയിൽ ഫെബ്രുവരി 2-ന് കോടതി തീർപ്പ് കൽപ്പിക്കും.
പ്രോസിക്യൂഷൻ സാക്ഷിയായി ചന്ദ്രബോസ് വധക്കേസിൽ ഹാജരാക്കിയ നിസാമിന്റെ ഭാര്യ അമൽ പ്രതിയായ നിസാമിന് അനുകൂലമായി മൊഴി മാറ്റിയിരുന്നു. സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിച്ച കോടതി ഇവർക്കെതിരെ കേസെടുക്കാനായി നിർദ്ദേശം നൽകിയിരുന്നു. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ നിന്ന് വിഭിന്നമായി കോടതിയിൽ മൊഴി നൽകിയ അമലിനെതിരെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ PC ബിജുകുമാറാണ് 2ാം നമ്പർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുക. ഇതിനായുള്ള രേഖകൾ ലഭ്യമാക്കാനുള്ള കാലതാമസം മൂലമാണ് നടപടികൾ നീണ്ടുപോയത്. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴി, കൂറുമാറിയ സാക്ഷിമൊഴി, കോടതി വിധിയുടെ പകർപ്പ് എന്നീ രേഖകൾ സഹിതമാണ് കേസിൽ ഹർജി സമർപ്പിക്കുക. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനുവുമായി പോലീസ് ചർച്ച നടത്തിയിരുന്നു. അതിനിടയിൽ നിസാം ചന്ദ്രബോസിനെ കൊല ചെയ്യാൻ ഉപയോഗിച്ച ഹമ്മർ കാർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബാംഗ്ലൂർ സ്വദേശിയായ കിരൺ രവി രാജു ഹർജി ഫയൽ ചെയ്തു. ഹമ്മർ കാർ RC ഉടമയായ പഞ്ചാബ് സ്വദേശിയിൽ നിന്നും കരാർ പ്രകാരം ഉപയോഗിക്കുകയായിരുന്നുവെന്നും സുഹൃത്തായ നിസാമിന് താൽക്കാലികമായി കൈമാറിയതാണെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ കേസിലെ സുപ്രധാന തെളിവായ കാർ വിട്ടുനൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. മേൽക്കോടതിയിൽ കേസ് അപ്പീലിന് എത്തുകയാണെങ്കിൽ കേസിലെ പ്രധാന തെളിവായ കാർ ആവശ്യമായി വരുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ഫെബ്രുവരി 2-ന് തീർപ്പ് കൽപ്പിക്കുമെന്ന് സെഷൻസ് കോടതി ജഡ്ജി KP സുധീർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിൽ DM ഓഫീസിന് മുന്നിൽ തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. നഴ്സിംഗ് ഹോസ്റ്റലിൽ പാചകക്കാരനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുധീഷ് കുമാർ, സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലോഷ്യസ് K. ഐസക്, ജില്ലാ പ്രസിഡന്റ് ജിനു K. ഷാജി, ബിപിൻ ദേവ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ 7 വിദ്യാർത്ഥികളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ വ്യാഴാഴ്ച പ്രവേശിപ്പിച്ചിരുന്നു. ഹോസ്റ്റലിൽ കഴിയുന്ന 15ഓളം വിദ്യാർത്ഥികൾ ഭക്ഷ്യവിഷബാധ മൂലം ചികിത്സ തേടിയിട്ടുണ്ട്. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹോസ്റ്റലിൽ കഴിച്ച ഭക്ഷണമാകാം വിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹോസ്റ്റലിൽ പാചകക്കാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ വൈകിട്ട് വിദ്യാർത്ഥികൾ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. പഴകിയ ഭക്ഷണം കഴിച്ചതാണോ വിഷബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നുണ്ട്. ഭക്ഷണ സാമ്പിളുകളും മറ്റും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഭക്ഷ്യവിഷബാധയേറ്റ് ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളെ സംസ്ഥാന യുവജനക്ഷേമ കമ്മീഷൻ അംഗം AM രമേശൻ സന്ദർശിച്ചു. വിദ്യാർത്ഥികളിൽ നിന്ന് സംഭവത്തെക്കുറിച്ച് കമ്മീഷൻ തെളിവെടുത്തു. ഹോസ്റ്റലിൽ പാചകക്കാരനെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നഴ്സിംഗ് കോളേജ് സൂപ്രണ്ടിനും DMOയ്ക്കും നിർദ്ദേശങ്ങൾ നൽകുമെന്ന് AM രമേശൻ പറഞ്ഞു. യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ VS സജീർ ബാബു, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ലിജോ പനക്കൽ, യൂത്ത് ക്ലബ്ബ് അസോസിയേഷൻ കോർപ്പറേഷൻ പ്രസിഡന്റ് ഡേവിഡ് കുര്യൻ തുടങ്ങിയവർ കമ്മീഷനോടൊപ്പം ഉണ്ടായിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ശനിയാഴ്ച മുതൽ ജില്ലയിൽ പര്യടനം നടത്തും. 3 ദിവസത്തെ പര്യടനത്തിൽ ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് നവകേരള മാർച്ചിന് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. കലാ-സാംസ്കാരിക പ്രവർത്തകർ വിവിധ സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കും. മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന മാർച്ചിന് ജില്ലാ അതിർത്തിയായ പ്ലാഡിയിൽ ശനിയാഴ്ച രാവിലെ ആദ്യ സ്വീകരണം നൽകും. വൈകിട്ട് തൃശൂർ തെക്കേ ഗോപുരനടയിൽ സ്വീകരണ പൊതുയോഗം നടക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുമായി എല്ലാ ദിവസവും പിണറായി ആശയ സംവാദം നടത്തും. ഓരോ മണ്ഡലത്തിലെയും ജനങ്ങൾക്ക് നിവേദനം നൽകാനുള്ള അവസരവും ജാഥയോടനുബന്ധിച്ച് ഉണ്ടാകും. തിരുപ്പതി മാതൃകയിൽ വേദപാഠശാല ആരംഭിക്കാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ദേവസ്വം ഗസ്റ്റ് ഹൌസുകളിലെ റെസ്റ്റോറന്റുകളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ നടപടി സ്വീകരിക്കും. ദേവസ്വത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നടപടി സ്വീകരിക്കും. അടുത്ത മാസം നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്തു. പ്രസാദ വോട്ട് കൂടുതൽ പേർക്ക് നൽകാനും നടപടി സ്വീകരിക്കും. യോഗത്തിൽ ചെയർമാൻ N. പീതാംബരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 25ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം, സംസ്ഥാന കൌൺസിൽ യോഗം, ജില്ലാ സംസ്ഥാനതല സംഘടനാ ചർച്ച എന്നിവ നടന്നു. കലാ സാംസ്കാരിക സായാഹ്നത്തിൽ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA, സാഹിത്യകാരൻ ബാലചന്ദ്രൻ വടക്കേടത്ത്, അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് T. പ്രസന്നകുമാർ, ജനറൽ സെക്രട്ടറി B. മോഹൻകുമാർ, ഷാജു പുതൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 9-ന് നടക്കുന്ന പൊതുസമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച സമ്മേളനം സമാപിക്കും.
പുതുക്കാട് സ്നേഹപുരത്ത് ഭാര്യ വീട്ടിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാടിപ്പാറ നന്ദിപുലം വീട്ടിൽ രാജൻ മകൻ 34 വയസ്സുള്ള ജിഷാദാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജിഷാദിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചതായും മരണത്തിൽ ദുരൂഹതയുള്ളതായും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ശനിയാഴ്ച പോലീസിൽ പരാതി നൽകും. രാവിലെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനായി എത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടത്തിയാൽ മതിയെന്നും പറഞ്ഞാണ് നാട്ടുകാർ പുതുക്കാട് പോലീസിനെ തടഞ്ഞത്. പിന്നീട് പുതുക്കാട് CI N മുരളീധരൻ സ്ഥലത്തെത്തി ജിഷാദിന്റെ ബന്ധുക്കളുമായി സംസാരിച്ച ശേഷമാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. നടാമ്പാടം കള്ളിച്ചിത്ര ആദിവാസി കോളനിയിലെ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിനായി ജില്ലാ പോലീസ് സൂപ്രണ്ട് കാർത്തികിന്റെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. പോലീസ് കേസുകളുമായി ബുദ്ധിമുട്ടുന്ന കോളനിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നിവാസികളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു അദാലത്തിന്റെ ലക്ഷ്യം. ആദിവാസി കോളനികളിൽ മാവോയിസ്റ്റ് സമീപമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് റൂറൽ SP കാർത്തികിന്റെ നേതൃത്വത്തിൽ കോളനികളിൽ അദാലത്തുകൾ നടത്തുന്നത്. പോലീസ് കേസുകൾക്ക് പകരം വർഷങ്ങളായി ആദിവാസികൾ അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങളാണ് അദാലത്തിൽ ഉയർന്നുവന്നത്. കോളനികളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനായി KICBക്കും പഞ്ചായത്തിനും കത്തുകൾ നൽകും. ചെക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നതിനായി ജില്ലാ കളക്ടറുമായി സംസാരിക്കാമെന്ന് SP ഉറപ്പു നൽകി. ഭൂമിക്ക് പട്ടയമില്ലാത്തതുമൂലം യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ആദിവാസികളുടെ ദുരവസ്ഥ പോലീസിനെ നേരിട്ട് ബോധ്യപ്പെട്ടു. പോലീസിന്റെ നേതൃത്വത്തിൽ ആദിവാസി വനിതാ സംഘങ്ങൾക്ക് തയ്യൽ മെഷീനുകളും ഓരോ വീടിനും 5 കിലോ അരി വീതവും വിതരണം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ചെരടായി, ആദിവാസി നേതാവ് MN പുഷ്പൻ, വൈദ്യുതി വകുപ്പ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചാലക്കുടി DYSP സജു, പുതുക്കാട് CI N മുരളീധരൻ എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു. കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി പേർ അദാലത്തിനെത്തി. TCV ന്യൂസ്, പുതുക്കാട്. കോഴിക്കോട് നടക്കുന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഹീറ്റ്സിൽ പങ്കെടുക്കാൻ നാട്ടികയുടെ PD അഞ്ജലിക്ക് ഹൈക്കോടതിയുടെ അനുമതി. യോഗ്യതാ സമയത്തിലെ വ്യത്യാസം കാണിച്ച് ഒഴിവാക്കിയെന്നാരോപിച്ച് അഞ്ജലി അഡ്വക്കേറ്റ് TV ഹുഡ് മുഖേന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 12 സെക്കൻഡ് 48 മൈക്രോ സെക്കൻഡ് സമയത്തിലാണ് കഴിഞ്ഞ വർഷം റാഞ്ചി മീറ്റിൽ അഞ്ജലി വിജയിച്ചത്. ഇത്തവണ സംസ്ഥാന മീറ്റിൽ 12.65 സെക്കൻഡ് സമയത്തിലും അഞ്ജലി വിജയം കുറിച്ചു. ദേശീയ സംസ്ഥാന സ്കൂൾ മീറ്റുകളിലെ യോഗ്യതാ സമയത്തിലുള്ള ഈ വ്യത്യാസം ചൂണ്ടിക്കാട്ടിയ അധികൃതർ അഞ്ജലിയെ ഒഴിവാക്കി. അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ശനിയാഴ്ച നടക്കുന്ന 100 മീറ്ററിൽ പങ്കെടുക്കാൻ അഞ്ജലിക്ക് അനുമതി നൽകുകയായിരുന്നു. നാട്ടിക ഫിഷറീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഞ്ജലി മെഡൽ പ്രതീക്ഷയുള്ള താരമാണ്. കേരളത്തിലെ യാട്ടിംഗ് പരിശീലന കേന്ദ്രമായി മാറേണ്ട തൃപ്രയാർ സരയൂ തീരം അധികൃതരുടെ അനാസ്ഥ മൂലം ചുവപ്പുനടയിൽ കുരുങ്ങിക്കിടക്കുന്നു. താന്യം പഞ്ചായത്തിൽപ്പെട്ട തൃപ്രയാർ കിഴക്കേനടയിലെ ഒരേക്കറിൽ താഴെ വരുന്ന സർക്കാർ വക ഭൂമിയാണ് വികസനങ്ങൾക്ക് കാതോർത്ത് കിടക്കുന്നത്. യാട്ടിംഗ് പരിശീലനം ഉൾപ്പെടെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി നടത്താമെന്നിരിക്കെ മാറിവന്ന UDF സർക്കാർ ഇതിനുവേണ്ട പിന്തുണ നൽകിയില്ലെന്നാണ് ആക്ഷേപം. മുൻ MLA KP രാജേന്ദ്രന്റെ കാലത്താണ് കിഴക്കേക്കരയിലെ വികസനത്തിന്റെ ഭാഗമായി ഹൗസ് ബോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഏറ്റെടുത്ത കരാറുകാരൻ പദ്ധതി ഉപേക്ഷിച്ചു. ഇതേ തുടർന്ന് കനോലി കനാലിൽ കിടന്ന ഹൗസ് ബോട്ട് നശിക്കുകയും ചെയ്തു. പിന്നീട് വന്ന LDF സർക്കാരിന്റെ കാലത്ത് തൃപ്രയാർ കിഴക്കേനടയ്ക്ക് സരയൂ തീരം എന്ന് പേര് നൽകുകയും വികസന പ്രവർത്തനങ്ങളുടെ ആദ്യപടി എന്നോണം യാട്ടിംഗ് പരിശീലനവും സംസ്ഥാനതല യാട്ടിംഗ് മത്സരം നടത്തുകയും ചെയ്തു. ഒളിമ്പിക്സിൽ ഏറെ പ്രാധാന്യമുള്ള മത്സര ഇനം കൂടിയായ യാട്ടിങ്ങിന് സ്ഥിരം പരിശീലന കേന്ദ്രം സരയൂ തീരത്ത് ആരംഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിന്റെ മുന്നോടിയായി സരയൂ തീരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അന്നത്തെ സർക്കാർ 59 ലക്ഷം രൂപ വകയിരുത്തുകയും പിന്നീട് ഈ തുക ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തതായി VS സുനിൽകുമാർ MLA പറഞ്ഞു. മാത്രമല്ല, യാട്ടിങ്ങിന്റെ കാര്യത്തിൽ കേരളത്തിലൊരു പരിശീലന കേന്ദ്രം വാസ്തവത്തിലില്ല. അതിന് ഒളിമ്പിക്സിൽ മാത്രം 35 മെഡലുകളുള്ള ഒരു വലിയൊരു സ്പോർട്സ് ഇവൻ്റാണ് ഈ യാട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് യാട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനം. പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നീട് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് താല്പര്യം കാണിച്ചില്ല. തൃപ്രയാർ സരയൂ തീരം എന്ന് അറിയപ്പെടുന്ന കിഴക്കേനടയിലെ സർക്കാർ ഭൂമിയിൽ മനോഹരമായ കവാടത്തിനു പുറമെ കുട്ടികളുടെ പാർക്ക്, ഭക്ഷണശാല, കനോലി കനാലിന്റെ ഭംഗി ആസ്വദിക്കാൻ ബോട്ടിംഗ്, ടോയ്ലറ്റ് സൗകര്യം, യാട്ടിംഗ് പരിശീലന ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി, വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ളവയുടെ സ്കെച്ചും അനുബന്ധ രേഖകളും DTPCക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും അനാസ്ഥ മൂലം സരയൂ തീരത്ത് വികസനത്തിന്റെ യാതൊരു പുൽനാമ്പുകളും മുളപൊട്ടിയിട്ടില്ല. TCU ന്യൂസ്, അന്തിക്കാട്.
അത്താണി JMJ സ്കൂളിനടുത്ത് നിന്ന് ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 83 വയസ്സുള്ള മുത്തുസ്വാമി എന്ന വൃദ്ധൻ മരിച്ചു. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കറുത്ത നിറവും ഏകദേശം 176 സെന്റിമീറ്റർ ഉയരവും മെലിഞ്ഞ ശരീരവുമാണ്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 0488523622 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു. ചിത്രകലയുടെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സഞ്ചരിക്കുന്ന ചിത്രശാല തൃശൂരിലെത്തി. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA തൃശൂരിലെ ചിത്രകലാ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വർണ്ണോത്സവത്തിന്റെയും ചിത്രകലാ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം ചിത്രകലാ നിരൂപകൻ വിജയകുമാർ മേനോൻ നിർവഹിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം MK ഷിബു അധ്യക്ഷനായിരുന്നു. മേതിൽ വേണുഗോപാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ VK സുരേഷ്, ആർട്ടിസ്റ്റ് നമ്പിടി, നാടകപ്രവർത്തകൻ ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുഹാചിത്രങ്ങൾ മുതൽ രാജാരവിവർമ്മ, KCS പണിക്കർ, MV ദേവൻ എന്നിവരുടെ അടക്കം 40 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് സഞ്ചരിക്കുന്ന ചിത്രകലാ ബസ്സിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുന്നത്. ചിത്രകലയെ കൂടുതൽ ജനകീയമാക്കുക, ഗ്രാമ നഗരങ്ങളിൽ ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള ചിത്രകലാ ബസ് ശനിയാഴ്ചയും തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഉണ്ടാകും. ഫെബ്രുവരി 5-ന് സഞ്ചരിക്കുന്ന ചിത്രശാല വർണ്ണോത്സവത്തിന് കാസർഗോഡിൽ സമാപനമാകും. തുടർന്ന് ആർട്ട് ഗാലറികൾ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് യാത്രയുടെ പ്രയാണം തുടരും. ന്യൂസ് ഡെസ്ക് TCV. തിരുനാൾ സംഘാടകരുടെ അരങ്ങേറ്റത്താൽ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി തിരുമുറ്റത്ത് കൊട്ടിക്കയറി പഞ്ചാരിമേളം അവിസ്മരണീയമായി. വിശുദ്ധ സെബാസ്റ്റ്യൂസിന്റെ അമ്പുതിരുനാളിനെ മാറ്റുകൂട്ടുന്നതിനാണ് ഇത്തവണ 101 കലാകാരന്മാരുടെ പഞ്ചാരിമേളം ഒരുങ്ങിയത്. ജനറൽ കൺവീനർ രഞ്ജിത് പോൾ ചുങ്കത്തടക്കം ആഘോഷ കമ്മിറ്റിയിലെ 10 പേരാണ് ഇതോടൊപ്പം അരങ്ങേറ്റം കുറിച്ചത്. ആയിരങ്ങൾ സാക്ഷികളായ പഞ്ചാരിമേളത്തിന്റെ 1.5 മണിക്കൂർ കാലങ്ങൾ കയറിയിറങ്ങി താളത്തിന്റെ മാറ്റുലി സൃഷ്ടിച്ചപ്പോൾ ആസ്വാദകർ നിർവൃതിയിലായി. ഇതാദ്യമായാണ് ഇത്രയും ബൃഹത്തായ ഒരു മേളത്തിന് ഫൊറോന പള്ളി വേദിയായത്. രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയിലുള്ളവർക്കായി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യനിധി ചികിത്സാ സഹായ പദ്ധതി ആരംഭിച്ചു. തൃശൂർ മുണ്ടശ്ശേരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോസ് പീറ്റർ, അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം TR ശശിധരൻ, K പൊന്നു, RS പ്രീത്, P രാജു, PV മുകുന്ദൻ, CS ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പുഞ്ചിരിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഫയർഫോഴ്സിന്റെ വാഹനം മറിഞ്ഞു. കൂറ്റനാട് കുനമുച്ചിയിലുള്ള ടയർ കടയ്ക്ക് തീപിടിച്ച വിവരമറിഞ്ഞ് കുന്നംകുളത്തു നിന്ന് തീയണയ്ക്കാൻ പോയിരുന്ന ഫയർഫോഴ്സിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് മുന്നിലേക്ക് നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതിനെ തുടർന്നാണ് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയ്ക്കും ഹോട്ടലിനും ഭാഗികമായി തകരാറുണ്ടായി. ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരുണ്ടായിരുന്നു. കൈക്ക് പരിക്കേറ്റ ഫയർമാൻ അഭിലാഷിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. വിജിലൻസ് ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ജഡ്ജി സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. ശവമഞ്ചമേന്തിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരത്തിനെതിരെ വിജിലൻസ് കോടതിയുടെ പരാമർശം. താനിപ്പോഴും ജീവനോടെ തന്നെയുണ്ടെന്നും ജഡ്ജി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AIYF പ്രവർത്തകരുടെ താലൂക്ക് ഓഫീസ് മാർച്ചിലും സംഘർഷം. ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുള്ള പദ്ധതികളെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. തന്നെ ഹിന്ദുമത തീവ്രവാദിയാക്കി കോടിയേരി ചിത്രീകരിക്കുന്നത് ന്യൂനപക്ഷ പ്രീതി സമ്പാദിക്കുന്നതിനാണെന്നും കുമ്മനം. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ട്രാക്ക് തെറ്റിച്ച് വാഹനങ്ങൾ ചീറിപ്പായുന്നത് തുടർക്കഥ. ട്രാക്ക് തെറ്റിക്കുന്ന വാഹനങ്ങളുടെ വാർത്തയും ദൃശ്യങ്ങളും TCB 3rd ഐയിൽ. വലിയകര ടോൾ പ്ലാസയിൽ യാത്രക്കാരനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലം മാറ്റിയ DYSPക്ക് തൃശൂരിൽ വീണ്ടും നിയമനം. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.